എനിക്ക് ശ്രീനാരായണീയ സമുദായം, ആ സമൂഹം, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രീ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കിടണം എന്ന അഭിപ്രായത്തിലാണ് ഇന്നുള്ളത്. കാരണം കഴിഞ്ഞൊരു 5-6 മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ, എന്ത് സ്വാധീനമാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. എന്തൊരു വൃത്തികെട്ട ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ, അതിൻ്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്നൊരു വ്യക്തി, ഒരു തൊഗാടിയ പോലും ഉണ്ടാവില്ല, മറ്റൊരു ടീച്ചറുണ്ടായിരുന്ന അവർ പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം നിലമ്പൂരിലാണ്. നമുക്കറിയാം, നിലമ്പൂരിലെ ഒരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി പ്രത്യക്ഷപ്പെടുകയാണ്. ഞാനൊരു നിലമ്പൂർക്കാരനാണല്ലോ, അവിടെയുള്ള SNDP സമൂഹവുമായിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വിവരം കിട്ടുകയാണ് നാളെ വെള്ളാപ്പള്ളി വരുന്നുണ്ട്, നമ്മൾ ആളുകളെന്ന് വിളിച്ചു കൂട്ടണം. അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വലിയ പ്രസ്താവന. എന്താ പ്രസ്താവന? മലപ്പുറം ജില്ല വേറെ രാജ്യമാണ്, ഇവിടെ എൻ്റെ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല എൻ്റെ സമുദായത്തിന്, ഇവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ്, ഞങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്, മലപ്പുറം ജില്ല മുസ്ലിങ്ങളാകെ എന്താ പറയുക വരിഞ്ഞു മുറുക്കി എൻ്റെ സമുദായത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിക്കലും നിനക്കാത്തൊരു പ്രസ്താവന. ഒരു മറുപടി എവിടുന്നില്ല. ഞാനന്ന് കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് അയച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന്. നിലമ്പൂരിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കരാറ് കിട്ടിയ അയച്ചതെന്ന് പറഞ്ഞു. അന്ന് വെള്ളാപ്പള്ളിയെ പരാമർശിക്കാനും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റിനെ തിരുത്താനും കാര്യപ്പെട്ടാരും ഉണ്ടായില്ല, പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല. അത് കടന്നുപോയി. കേരള സമൂഹം മുഴുവൻ മലപ്പുറത്തുനിന്ന് ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് ആ സമുദായത്തിൽപ്പെട്ട്, ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഈ തെക്ക് നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ 10, 40, 50 വർഷമായ ആളുകൾക്ക് അത് പറയേണ്ടി വന്നു. അത് കഴിഞ്ഞു മുഖ്യമന്ത്രി ഇതിന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. ഒരഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ വലിയ സ്വീകരണം കൊടുത്ത് 4 ആൾ പൊക്കത്തിലുള്ള വലിയ പൂമാല ചാർത്തിക്കൊടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സാമുദായിക നേതാവ് ഇത്ര വൃത്തികെട്ട ഭാഷയിൽ വർഗീയ പറഞ്ഞിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു. അതിനെ തടുക്കാൻ ആരും ഉണ്ടായില്ല. ഇപ്പം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കൂ. മലപ്പുറത്ത് പെറ്റുകൂട്ടുകയാണ്, മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണ്. ഈ സംസ്ഥാനം ഇതാ മുസ്ലിം സംസ്ഥാനമാകാൻ പോകുന്നു. എൻ്റെ സമുദായത്തിന് ഒരു രക്ഷയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ പെറ്റോളൂ. ഒരു വ്യക്തി വിളിച്ചു പറയാം,